ചെമ്പനീർ പൂവ് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ഗോമതി പ്രിയ. സീരിയലിൽ രേവതി എന്ന കഥാപാത്രത്തെയായിരുന്നു ഗോമതി അവതരിപ്പിച്ചിരുന്നത്. സച്ചി രേവതി കോംബോയ്ക്ക് വളരെ മികച്ച സ്വീകാര്യതയായിരുന്നു മലയാളി പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. തമിഴ് സീരിയലിന്റെ റീമേക്ക് മലയാളത്തിൽ ചെയ്യാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷവതിയായിരുന്നു ഗോമതി പ്രിയ. എടുത്തു പറയാൻ മാത്രം സിനിമ സീരിയൽ ബന്ധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രിയയ്ക്ക്. അഭിനേത്രിയാവുക എന്ന ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു കഠിന പ്രയത്നം എന്ന് ഗോമതി പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ കരിയറെക്കുറിച്ചും തന്റെ അഭിനയത്തെക്കുറിച്ചുമൊക്കെ താരം സംസാരിക്കാറുണ്ടായിരുന്നു. മികച്ച നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം നേടിയപ്പോൾ ഇതെന്റെ കഠിനാധ്വാനത്തിന്റെ ഒരൊറ്റ ഫലമാണ് എന്ന് താരം അന്ന് പറഞ്ഞിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന നിമിഷമാണെന്നും വിശേഷിപ്പിക്കാം. ആളുകൾ സ്വീകരിക്കുമോ എന്നൊരു ആശങ്ക തുടക്കത്തിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. എന്നെ പിന്തുണച്ച് കൂടെ നിന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും നന്ദി അന്ന് ഗോമതി പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പങ്കിടുന്ന ഓരോ വിശേഷങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട്. പ്രതീക്ഷ മനോഹരമായ ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. ഉള്ളിലെ പ്രകാശം ഒരിക്കലും കെടുത്തിക്കളയരുത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടിനെക്കുറിച്ചും നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ചും ആളുകൾക്കറിയില്ല. നിങ്ങളൊരു നിശബ്ദ യുദ്ധമാണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ ഗോമതി കുറിച്ചത്. ചെമ്പനീർ പൂവ് എന്ന സീരിയൽ രേവതിയായി ഗോമതിയെ തിരിച്ചു കൊണ്ടുവരുമോ എന്നായിരുന്നു ആരാധകർക്ക് ചോദിക്കാനുണ്ടായത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയതായിരുന്നു ഗോമതി പ്രിയ. രേവതിയായി ഗോമതി ജീവിക്കുകയായിരുന്നു എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയിലെ നായികയെ പെട്ടെന്ന് മാറ്റിയത് ഒട്ടും ശരിയായില്ല എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത്. ബ്രിങ് ബാക്ക് ഗോമതി പ്രിയ എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ സജീവമാണ്. പരമ്പരയുടെ പുതിയ പ്രൊമോ വന്നതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ. ഡേറ്റ് ക്ലാഷ് കാരണത്താലാണ് രേവതിയായി ഗോമതിയെ ഇതിൽ നിന്നും മാറ്റിയത് എന്നുള്ള വിലയിരുത്തലും പുറമേ നടക്കുന്നുണ്ട്.